വിദേശ സ്വർണ്ണ നിക്ഷേപം പിൻവലിച്ച ഇന്ത്യ റിസർവ് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിലെ ലോക്കറിലുണ്ടായിരുന്ന 100 ടൺ സ്വർണ്ണമാണ് RBI പിൻവലിച്ചത്. കഴിഞ്ഞ മാർച്ചിലാണ് കനത്ത സുരക്ഷയിൽ വിമാനത്തിൽ സ്വർണം എത്തിച്ചത്. GST തുക പൂർണ്ണമായും കെട്ടിവെച്ചാണ് സ്വർണം ഇന്ത്യയിലെത്തിച്ചത്. ലണ്ടനിൽ നിന്നും 1 ലക്ഷം കിലോ സ്വർണ്ണമാണ് RBI ഇന്ത്യയിലേക്ക് മാറ്റിയത്. 1991 ശേഷം ഇതാദ്യമായാണ് ഇന്ത്യ UK-യിൽ നിന്ന് 100 ടൺ സ്വർണം പിൻവലിക്കുന്നത്. സെൻട്രൽ ബാങ്കിന്റെ പകുതിയിലധികം സ്വർണ്ണശേഖരം വിദേശത്ത് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെയും ബാങ്ക് ഓഫ് ഇന്റർനാഷണൽ സെറ്റിൽമെന്റിന്റെയും സുരക്ഷിത കസ്റ്റഡിയിലാണ്. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിലെ ലോക്കറിൽ ഉണ്ടായിരുന്ന സ്വർണ്ണമാണ് ഇന്ത്യ പിൻവലിച്ചിരിക്കുന്നത്. വരും വർഷങ്ങളിൽ കൂടുതൽ സ്വർണം ഇന്ത്യയിൽ എത്തിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. കഴിഞ്ഞ മാർച്ചിലാണ് കനത്ത സുരക്ഷയിൽ വിമാനത്തിൽ സ്വർണം എത്തിച്ചത്. റിസർവ് ബാങ്കിന്റെ മുംബൈയിലുള്ള പഴയ കെട്ടിടത്തിലും നാഗ്പൂരിലുമാണ് ഈ സ്വർണം സൂക്ഷിച്ചിട്ടുള്ളത്. മാസങ്ങൾ നീണ്ട ചർച്ചകൾക്ക് ശേഷമാണ് സ്വർണം സുരക്ഷിതമായി ഇംഗ്ലണ്ടിൽ നിന്നും ഇന്ത്യയിലേക്ക് എത്തിച്ചത്. വിദേശത്തുള്ള ഇന്ത്യയുടെ 4/1 സ്വർണ്ണമാണ് രാജ്യത്ത് എത്തിച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിനും RBI-ക്കും പുറമെ സർക്കാരിന്റെ മറ്റു പല ഏജൻസികളും ഈ ഉദ്യമത്തിൽ പങ്കാളികളായിട്ടുണ്ട്. 1991 ചന്ദ്രശേഖർ സർക്കാർ ഇന്ത്യയുടെ കരുതൽ ശേഖരത്തിലുണ്ടായിരുന്ന സ്വർണം സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനായി പണയം വെച്ചിരുന്നു. അതിനുശേഷം സാമ്പത്തിക രംഗം ശക്തി പ്രാപിച്ചതോടെ വിദേശത്ത് ഇന്ത്യ നിക്ഷേപങ്ങൾ ആരംഭിച്ചു. 2010 IMF-ൽ നിന്ന് ഇന്ത്യ 200 ടൺ സ്വർണം വാങ്ങി. പിന്നീടുള്ള ഓരോ വർഷവും ഈ നിക്ഷേപം തുടരുകയായിരുന്നു. ഇതിനുശേഷം പലപ്പോഴായി സ്വർണം വാങ്ങിയ ഇന്ത്യ കരുതൽ ശേഖരത്തിനൊപ്പം ചേർത്തിരുന്നു. സ്വർണ്ണശേഖരം രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ കരുത്ത് തെളിയിക്കുന്ന ഘടകങ്ങളിലൊന്നായാണ് വിലയിരുത്തുന്നത്. വിദേശ നിക്ഷേപം കൂടിവരുന്ന സാഹചര്യം കണക്കിലെടുത്താണ് സ്വത്ത് രാജ്യത്തേക്ക് മാറ്റിയതെന്നാണ് റിസർവ് ബാങ്ക് ഉദ്യോഗസ്ഥരുടെ വിശദീകരണം. പ്രേംലാൽ, കൈലി ന്യൂസ്, മുംബൈ.